കർക്കിടക വാവുബലി ആചരിക്കുന്നത് കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിനത്തിലാണ്. ഈ വർഷം ജൂലൈ 24-നാണ് കർക്കിടക വാവ് വരുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് ജൂലൈ 24. പിതൃക്കൾക്ക് ബലിയിടുന്നതിലൂടെ ദീർഘായുസ്, സന്താനഗുണം, ധനം, വിദ്യാധനം, സ്വർഗം, മോക്ഷം എന്നിവ ഗുണഫലമാണ് എന്നാണ് വിശ്വാസം. കർക്കിടക വാവുബലി ഇടേണ്ടത് എങ്ങനെ? ബലികർമ്മം അർപ്പിക്കുന്നതിന് വ്രതശുദ്ധി പാലിക്കണം. ബലിയിടുന്നതിന് തലേ ദിവസം ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കുക. അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തം മുതൽ കർക്കിടക വാവുബലി സമർപ്പിച്ച് തുടങ്ങാം. പൗരാണികമായി പ്രാധാന്യമർഹിക്കുന്ന സ്ഥലത്തായിരിക്കണം ബലികർമ്മം ചെയ്യേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. വീടും പരിസരവും ശുദ്ധമാണെങ്കിൽ അവിടെയും ബലികർമ്മം നടത്തുന്നത് ഉത്തമമാണ്. തിരുവനന്തപുരത്തെ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, കോട്ടയം വെന്നിമല ശ്രീരാമക്ഷേത്രം, പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രം, ആലുവ മണപ്പുറം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി പാപനാശിനി, തൃക്കുന്നപ്പുഴ, തിരുവില്യാമല, ആറന്മുള, കൊല്ലം, തിരുമൂലവരം എന്നിവയാണ് കേരളത്തിൽ ബലിതർപ്പണം നടത്തുന്ന പ്രധാന ക്ഷേത്രങ്ങൾ. ഇതുകൂടാതെ കേരളത്തിലെ ചെറുക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞാൽ പിതൃക്കൾക്ക് സദ്യ തയ്യാറാക്കി വിളമ്പും. വിളക്ക് കത്തിച്ചു വെച്ച ശേഷം സദ്യ ഇലയിട്ട് ആദ്യം പിതൃക്കൾക്ക് നൽകും. അതിനുശേഷമേ വീട്ടുകാർ കഴിക്കുകയുള്ളൂ.